ബംഗളൂരുവിൽ സ്വകാര്യ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ മലയാളി യുവാവ് മരിച്ചു. മരിച്ചത് കൊല്ലം പുനലൂർ സ്വദേശി സുജയ് പണിക്കർ. തീപിടുത്തമുണ്ടായത് മാതികരയിലെ MS രാമയ്യ മെഡിക്കൽ കോളേജിൽ. അമിത ജോലിഭാരം മൂലം കുഴഞ്ഞു വീണു മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ. തൊഴിൽ ചൂഷണം ആരോപിക്കപ്പെട്ട കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്ദ്രജെ. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്കെതിരെ അന്നയുടെ മാതാവ് അയച്ച കത്ത് ചർച്ചയാകും. ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഷിരൂരിൽ അല്പസമയത്തിനകം എത്തും. കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന ശേഷം തുടർ നടപടികൾ. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPIM നേതാക്കൾക്ക് തിരിച്ചടി. P. ജയരാജനും TV രാജേഷും വിചാരണ നേരിടണം. വിടുതൽ ഹർജികൾ CBI കോടതി തള്ളി. ഇരുവർക്കുമെതിരെ ചുമത്തിയത് ഗൂഢാലോചനാ കുറ്റം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 20ലധികം മൊഴികൾ അതീവ ഗൗരവമുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഭൂരിപക്ഷം പേരെയും 10 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെടും. മുകേഷിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്കെതിരെ ഗുരുതര പരാതി. ഹോട്ടലിലെത്തിച്ച് പീഡിപ്പിക്കാൻ കൂട്ടുനിന്ന ആരോപണവുമായി നടിയുടെ ബന്ധുവായ യുവതി. DGPയ്ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് CPI. അജിത് കുമാർ ഇടതുപക്ഷ നിലപാടിന് കളങ്കമെന്ന് CPI നേതാവ് പ്രകാശ് ബാബുവിന്റെ ലേഖനം. ജനയുഗത്തിലേത് CPIയുടെ പ്രഖ്യാപിത നിലപാടെന്നും വിശദീകരണം. MR അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ടെന്ന് വിജിലൻസ്. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ. ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എന്ന നിലയിൽ. രവിചന്ദ്ര അശ്വിന് സെഞ്ചുറി. ബംഗ്ലാദേശിനായി 4 വിക്കറ്റ് വീഴ്ത്തിയ ഹസൻ മഹ്മൂദ്.